നമ്മുടെ പുതിയൊരു വ്ലോഗ് എന്നല്ല ഒരു പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവില് നമ്മുടെ അടുത്തുള്ളൊരു പുള്ളിയാണെങ്കിൽ അത് കേട്ടിട്ട് കുറെ സീനാക്കാനൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് സീനൊക്കെ അപ്പൊ ആ ഒരു ക്ലിപ്പ് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ആ ഒരു ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ കാണിക്കുന്നില്ല, പുള്ളിയുടെ വോയിസ് ആണ് ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളിയെ വെറുപ്പിക്കാൻ എന്ന രീതിയിലുള്ള ഞാൻ ആ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ കൂടെ എല്ലാവരെയും വിളിച്ച് ചീത്ത വിളിക്കുവാണ്, നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുവാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനപ്പം എന്തോ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു ഗൈസ്. ആ പറഞ്ഞതിനെ പറ്റി പുള്ളി വിളിച്ച് സീനാക്കി. പുള്ളി വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിളിച്ച് പറയുമ്പം എന്റെ ലൈവ് നിർത്തും, എന്റെ ചാനൽ പൂട്ടും, അങ്ങനെ ഇങ്ങനെ പുള്ളിയുടെ റവന്യൂ അങ്ങനെ എല്ലാത്തിനെ പറ്റി എല്ലാത്തിനെ പറ്റി പുള്ളി മാക്സിമം സംസാരിച്ചിട്ട് പുള്ളി എന്തോ പറയുന്നൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ബാക്കി ആ ഒരു ക്ലിപ്പില് കാണിച്ചാൽ ഗൈസ്. ആ ഒരു മാമന്റെ ലീലാവിലാസം ഞാൻ എന്റെ ലൈവിൽ കൂടെ അശ്ലീല സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ മറ്റേതാ മാടെ കോടെ ഗൈസ് കുറെ സംസാരിച്ചപ്പോൾ ഗൈസ് ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയും എല്ലാം പുള്ളി പറഞ്ഞ എന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ സ്ട്രീം ചെയ്യുന്നത് എന്താ കുഴപ്പം? എന്റെ ചാനലിൽ കൂടെ ഞാൻ സ്ട്രീം ചെയ്യുന്നു, എന്റെ വൈഫൈ, എന്റെ ഫോൺ, വീട്ടിലെ കറണ്ട് ഉപയോഗിച്ച് എല്ലാം സ്ട്രീം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ സ്ട്രീം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് പിടിക്കുന്നില്ലായിരിക്കും. കുറെ കൂടെ നിന്നിട്ട് കൂടെ നിന്നിട്ട് കളിയാക്കുന്ന കുറച്ച് പേര് കാണും. കുറച്ച് ബന്ധുക്കൾ കുറച്ച് നമ്മളെ നല്ലത് പറ്റി പറഞ്ഞിട്ട് അപ്പുറം മാറി നിന്നിട്ട് നമ്മളെ മോശമാക്കി പറയുന്ന കുറച്ച് പേര് കാണും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഗൈസ്. നമ്മുടെ മുന്നിൽ വെച്ച് അവര് നല്ലതുപോലെ അങ്ങനെ പറയെങ്കിലും മാറി നിന്നിട്ട് നമ്മളെ പറ്റി വേറെ സംസാരിക്കും. അങ്ങനെ ഇങ്ങനെയാണ് എങ്ങും എത്താൻ പോകുന്നില്ല. ഇതുകൊണ്ട് എത്തിയ കുറെ സാധനങ്ങൾ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. വെറുതെ അല്ല ഗൈസ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇനി നേരെ ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആ വീഡിയോ അല്ല, എന്തായാലും ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചത് ഗൈസ്. എന്തായാലും ഒരു ക്ലിപ്പ് കാണിച്ച റിയാക്ട് ആക്കിയതിന്റെ മോശമാണ് ഗൈസ്. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അതിലൂടെ ആർക്ക് എന്ത് വേണേ പറയാം, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് കുഴപ്പമായി. ഞാൻ വേറെത്താണ് ആ ഒരു പുള്ളിയുടെ വീട്ടിൽ പോയത്. അപ്പൊ കേൾക്കാം. ഗൈസ് ഞാനാണെങ്കിൽ ആദ്യമേ പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാര്യം ചോദിച്ച് എന്താണ് വിഷയം എന്താണ് പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞ നാട്ടുകാരോട് ചോദിച്ചു. നാട്ടുകാർ ആ ഒരു പുള്ളിയെ വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇപ്പം വേറെ ഒരാളെ ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ആ ഒരു ക്ലിപ്പ് ആ ടൈമിൽ തന്നെ കാണാൻ പറ്റില്ല, ലൈവാണ്, മൂവ് ആയിക്കൊണ്ടിരിക്കുവാണ്, മനസ്സിലായി? അപ്പൊ അതിന് അത് കാണാൻ പറ്റില്ല. പുള്ളിക്ക് വേറെ ആരുടെ അയച്ചു കൊടുത്താന്നാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. സത്യം പറഞ്ഞല്ലോ, ഇന്നലെ എന്റെ ലൈവിൽ കിട്ടിയ വ്യൂസ് ആകെ നോക്കുവാണെങ്കിൽ 18,000 വ്യൂസ് ആണ്. 12,500 വ്യൂസ് കിട്ടിയത്. പക്ഷെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞെന്തറിയോ, എനിക്ക് എന്റെ ആ ഒരു വീഡിയോ കണ്ടത് 1 ലക്ഷം വീഡിയോയാ 1 ലക്ഷം ആൾക്കാരെ എന്റെ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ 1 ലക്ഷം ആൾക്കാര് പറഞ്ഞ് പരത്തി കിട്ടിയായിരിക്കും എനിക്ക്. പുള്ളിക്കാരൻ അത്രയും പറഞ്ഞ് എനിക്ക് അത്ര എനിക്ക് 7,000 ഉള്ളതിൽ തന്നാലും പുള്ളിക്കാരൻ ബാക്കി 1 ലക്ഷം എനിക്ക് ഒപ്പിച്ചത്, മനസ്സിലായോ? പുള്ളിക്കാരാണ് 1 ലക്ഷം ഒപ്പിച്ചത്. എന്റെ ഇന്നത്തെ ലൈവ് യഥാർത്ഥത്തിൽ 1 ലക്ഷം പേര് കണ്ടിട്ടുള്ളതാണ് പുള്ളി പറയുന്നത്. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണമല്ലേ? വാക്കിടെ കേൾക്കാം. ആദ്യം വിളിച്ച് സംസാരിച്ച് അത് കഴിഞ്ഞു. രണ്ടാമത് വേറൊരാളെ വിളിച്ചിട്ട് പറയുവാണ് എന്താ എന്റെ അച്ഛനും അമ്മയും ഞാൻ ഇങ്ങനത്തെ ഭാഷയെ പഠിപ്പിച്ച് വിടുന്നത് പൈസ ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ ഇങ്ങനെ എന്നെ വേറെ ജോലിക്ക് വിട്ടുകൂടായോ, ഇതും കൊണ്ട് എന്തിനാ ഇരുത്തുന്നത്? പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസം. ഇതും കൊണ്ട് ഇരുന്നിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടായിരിക്കും ഞാൻ ഇതുകൊണ്ട് ഇരിക്കുന്നത്. അല്ലെ ഞാൻ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പുള്ളി എന്ന് പറയാം എനിക്ക് എന്താ ആ സംസാരത്തിന് എന്നെ പെണ്ണ് അടിച്ചു വിടുന്നത്. എനിക്ക് 20 വയസ്സ് എവിടുന്ന് പെണ്ണ് കിട്ടാണ് കേസ്. 20 വയസ്സിൽ എനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാണ് അതുകൂടെ നിങ്ങൾ പറയണം. അതും വലിയ ഭയമൊന്നുമില്ല എനിക്ക്. 20 വയസ്സിൽ എന്നെ പെണ്ണ് അടിച്ചു വിടണം. എന്നാൽ മാമനൊരു കാര്യം ചെയ്യും, എനിക്കൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് വിളിക്ക്, ഞാൻ കെട്ടാൻ തയ്യാറാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വ്ലോഗ് ചെയ്യാം. ഓക്കെ, അത് ഞങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ബാക്കി ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ഇതിനകത്തോട് ഞാൻ സംസാരിച്ചു. ഞാൻ ചീത്ത വിളിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ സമ്മതിച്ചു. വിളിച്ച് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വിളിച്ച് സംസാരിക്കണം. നിന്റെ അച്ഛനും അമ്മ ഇതാന്ന് പറഞ്ഞ, അല്ല നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിന്നെ പഠിപ്പിച്ചു വിടുന്നത് ഇങ്ങനെയാണ് ഒരു വീട്ടിൽ വിളിച്ച് വീട്ടുകാരോട് പറയുന്നത്.
അപ്പൊ നിങ്ങൾ വീട്ടുകാരുടെ മനസ്സിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് നിന്നെ പെണ്ണിടിച്ചിട്ട് നിങ്ങൾക്ക് അത്ര ഒക്കത്തില്ലെങ്കിൽ എന്നെ തന്നെ ഇപ്പോഴും പെണ്ണിടിച്ചുകൊണ്ട് ആവശ്യം? എനിക്ക് സമയം പെണ്ണിട്ട് അറിയാം ഗൈസ്. പുള്ളി ഇപ്പം ഒപ്പിച്ച് തരുവാണെങ്കിൽ ഞാൻ കേട്ടിട്ട് നാളെ തൊട്ട് ഞാനും അപ്പം കൊച്ചും കൂടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എല്ലാ ദിവസവും. എന്നാടെ മോനാണെന്ന് വിളിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അതുകൂടെ ചിന്തിക്കുക. ചീത്ത വിളിക്കുന്നവരെല്ലാം പെണ്ണടിച്ചിടാന്ന് എല്ലാരും പെണ്ണടിച്ച് കൊണ്ടാണല്ലോ. ഈ ചീത്ത വിളിക്കുന്ന എല്ലാരും പെണ്ണടിച്ച് അല്ല, ഈ ചീത്ത വിളിക്കുന്ന എല്ലാരും എങ്ങനെയാണെങ്കിൽ പെണ്ണടിച്ച് കൊണ്ടല്ലോ പെട്ടെന്ന് തന്നെ. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എല്ലാരെയും അത് ചെയ്താൽ പോരായോ? ചീത്ത വിളിക്കുന്നവരെ നാളെ പിടിച്ച് കെട്ടിക്കുക, അങ്ങനെ എളുപ്പമാകത്തില്ലയോ? ആൾക്കാർ കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന ഒരു കഴിവാണ് ഗൈസ്. അത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ആൾക്കാരെ കുറ്റം കണ്ടെത്തി പറയുന്നത് ഒരു വലിയൊരു കഴിവാണ്. മനസ്സിലായോ? പുള്ളിയെ തന്നെ പറഞ്ഞത് ആൾക്കാരെ കുറ്റം കണ്ടെത്തി പറയുന്നത് വലിയ എന്തോ കഴിവാ. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പുള്ളിക്കൊക്കെ നല്ല കഴിവുണ്ട്. കീപ് ഗോയിങ് ബ്രോ. ഞാൻ ചീത്ത വിളിച്ചു, അത് ഞാൻ സമ്മതിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ ചീത്ത വിളിച്ചു, സമ്മതിച്ചു. ചീത്ത വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ചീത്ത വിളിച്ച് ഇപ്പൊ നമ്മൾ സാധാരണ വിളിച്ച് ഇങ്ങനെ പറയുന്നെങ്കിൽ അവരെ ചെയ്യുന്നത് അപ്പൊ ഒന്ന് മര്യാദയ്ക്കാൻ പറ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പുള്ളി പെണ്ണ് അടിച്ച് വീണം വീട്ടിൽ അച്ഛനും ഇല്ലാന്ന് പറഞ്ഞു അടിച്ചിരുന്ന പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞിരുന്നേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്റെ കൂടെ വന്നവരായിട്ട് കുഴപ്പമായി. വീട്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ സീനില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സീനില്ലാത്തപ്പം പുറത്തുള്ളവർക്കാണ് സീൻ വെച്ച് നാട്ടുകാർക്കൊക്കെ സീൻ. മനസ്സിലായോ? ഇത് അവരെനിക്കൊന്നും കൊണ്ടുതരുന്നില്ല. ഞാൻ എന്റെ അച്ഛനും അമ്മയും പറയുന്ന പോലെ കേട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അല്ല വേറെ ആരും പറഞ്ഞ കേട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്ക് വേറെ ഇല്ല. ഹിന്ദി എണ്ണേ നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ലോ. എന്നെ പുള്ളിക്കാരൻ പെണ്ണടിച്ച് വിടാന്ന് പറഞ്ഞു. അല്ല, പുള്ളി അടിച്ചാൽ എന്നെ പെണ്ണടിച്ച് വിടാന്ന്. എന്നാ പുള്ളി ഒരാളെ ഒരു പെൺകൊച്ചിനെ കണ്ടെത്തിത്താ, അപ്പോൾ ഞാൻ കെട്ടാൻ തയ്യാറാണ്. പുള്ളി അയാളെ കണ്ടെത്തിയിട്ട് കൊണ്ടുത്താ, അപ്പൊ ഞാൻ കെട്ടാൻ തയ്യാറാണ്. എന്നിട്ട് എന്നോട് പറയാം നീ പോയി കെട്ടാന്ന്. പുള്ളിയെ പറഞ്ഞ എന്നെ കെട്ടിച്ച് വിടാന്ന്. എന്നിട്ട് ഇപ്പൊ പറയാം ഞാൻ പോയി കണ്ടുപിടിച്ച് കെട്ടാന്ന്. കൊള്ളാം എന്തായാലും. ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പൈസ കൊണ്ട് ഞാൻ മേടിക്കുക എല്ലാം ചെയ്യുന്നത്. വേറെ ആരും പൈസ ഉപയോഗിച്ചാൽ ഒന്നും ചെയ്യാറില്ല. മനസ്സിലായോ? പറയുന്ന കേട്ടോ, എന്നെ ആർക്കും അറിയത്തില്ല. എന്നിട്ട് വിളിച്ച് പറഞ്ഞത് ഇന്നാണ് മോനാണെന്ന് ചോദിച്ചാ വിളിച്ചത്. അപ്പൊ എന്നെ അറിയാമായിരിക്കും. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയില്ല. ചങ്ങലിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞ ഈ പുള്ളി തന്നെയാണ് കേസ്. എന്നിട്ട് നാട്ടുകാരെ തന്നെ കിടുക. മനസ്സിലായോ? നാട്ടുകാരും ശരിയൊന്നുമല്ല കേട്ടോ. അവർക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ അവർക്ക് എന്തായാലും സംശയമുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനാണെങ്കിൽ ലൈവ് ഇടുമ്പോൾ ആൾക്കാരെ പിടിച്ചിരുത്തി കാണിപ്പിക്കില്ല. ഈ എന്റെ ലൈവ് കാണേ, എന്റെ ലൈവ് കാണേ എന്ന് പറഞ്ഞിരുത്തി കാണിക്കില്ല. ഇഷ്ടമുള്ളവർ വന്നിട്ട് ലൈവ് കാണുക. മനസ്സിലായോ? അല്ലാതെ ലൈവ് കണ്ടിട്ട് നമ്മളൊരു കുറ്റം കണ്ട് തിരിച്ചറിഞ്ഞ് പറയാൻ നിൽക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഒരു കുറ്റം എവിടെയെങ്കിലും കാണാൻ നിൽക്കുന്ന ഒരാളുണ്ട്. മനസ്സിലായോ? ഒരു കുറ്റം എവിടെയെങ്കിലും കണ്ടെത്തി തപ്പി പിടിച്ചിട്ട് കുറ്റം പറഞ്ഞ നാട് നിങ്ങൾ പരത്തും. അതാണ് ഇവരുടെ കഴിവ്. ആ കഴിവ് നമ്മൾ അംഗീകരിക്കണം കേട്ടോ.
ഇല്ലല്ലോ, എനിക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ ആവശ്യം എന്തുവാ? ഞാൻ പറഞ്ഞത് ഒരു കാര്യം വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദ കേൾക്കണില്ല. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല. പുള്ളി പറഞ്ഞ് എനിക്ക് പെണ്ണടിച്ചു തരാം, അങ്ങനെ ഇങ്ങനെയാണ്, മറ്റേതാ മാടെ കോടയാണ്, വീട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞ് ഒളിപ്പിച്ചു വിടുന്നത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. വിളിച്ച് സംസാരിക്കുന്നത് മാനായിട്ട് സംസാരിക്കണം. ഇതാണെങ്കിൽ വീട്ടുകാരെ തലവണ്ട ചാടിപ്പറിച്ച് ഇങ്ങനെയാണ് നീ സംസാരിക്കേണ്ടത്, അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അവിടെ ചെന്നപ്പോൾ പ്ലേറ്റ് ചെയ്തിങ് കേസ്. ഞങ്ങളുടെ അച്ഛനും അമ്മയും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ പുള്ളിക്ക് കുഴപ്പം? നിർത്തി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞങ്ങളുടെ വീട്ടിൽ കുഴപ്പമില്ല കേസ്. ഞാൻ ലൈവിൽ അങ്ങനെ ചീത്ത വിളിക്കാറില്ല. വേറെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഓരോന്നും വിളിച്ചു പോകുന്നത്, മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ഞാൻ അങ്ങനെ ചീത്ത വിളിക്കാറില്ല ലൈവിൽ തന്നെ. ഞാൻ ഇത്ര നാൾ ലൈവ് സ്ട്രീം ചെയ്തത് വീട്ടിൽ അറിയാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. നല്ലൊരു കാര്യമാണ് അവർ ചോദിച്ചത്, നല്ലൊരു കാര്യം. അവരറിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. വീട്ടുകാർ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായോ? എനിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ ഞാൻ കുഴിച്ചിട്ടേക്കോ, വീട്ടിൽ ഇതുവരെ കാണിച്ചിട്ടില്ല, മനസ്സിലായോ? പ്ലേ ബട്ടൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചില്ല ചാനലുണ്ടോ എന്ന്. വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഞാൻ എന്റെ എന്ന് വെച്ചാൽ നമ്മൾ അന്നേരം നമ്മളൊരു ഇത് നിൽക്കുക, ഒരു പ്രഷർ നിൽക്കുന്നതായിരിക്കും, മനസ്സിലായോ? ഒരു അക്കൗണ്ടിൽ കൂടെ വന്ന് ലൈവിൽ നമ്മളെ റോങ് സംസാരിക്കാൻ നമ്മൾ ടൈം ഓർഡർ എടുത്തിട്ടോ, പിന്നെ പല അക്കൗണ്ടിൽ കൂടെ ഒന്ന് കമന്റ് ഇടും. അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ട് ഒറിജിനൽ അക്കൗണ്ടിൽ കൂടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് സംസാരിച്ചത്, അതാണ് വലിയൊരു വിഷയം. പുള്ളി ഞാൻ പറഞ്ഞല്ല റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, അതേപോലെ ഞാൻ പറഞ്ഞല്ല റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. പുള്ളിയോട് ഞാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു, പുള്ളി കാണിച്ചില്ല. എന്തോ പറ്റി നടക്കില്ല, ഇല്ല റെക്കോർഡ് ആകാൻ മറന്നു വയ്ക്കുമായിരിക്കും. ഇപ്പോഴും പറഞ്ഞു നാട്ടുകാർ എനിക്കൊന്നും കൊണ്ടുതരുന്നില്ല. നാട്ടുകാർ നമ്മുടെ കുറ്റങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്ന കുറെ എണ്ണം ഉണ്ട്, മനസ്സിലായോ? നാട്ടുകാർ എനിക്ക് ഇതുവരെ ഒന്നും കൊണ്ടു തന്നിട്ടില്ല. എന്തിനാ ഈ നാട്ടുകാർ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെതിഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് എന്തിനാ ഓരോ നീ പറയുന്നത്? കുറെ നാട്ടുകാര് പറഞ്ഞ കേസ് ലൈവ് ചെയ്തോണ്ട് സമയത്ത് പുള്ളി വിളിച്ചത്. മീൻസ് അപ്പൊ ഞാൻ ഒരു 2-3 മണിക്കൂർ സ്ട്രീം ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. ഏകദേശം 1.5 മണിക്കൂറായപ്പോൾ സ്ട്രീം എൻഡ് ആക്കി. എനിക്ക് ആകെ കിട്ടിയത് 12,000 വ്യൂസ്. പക്ഷെ പുള്ളി പറയുന്നത് 1 ലക്ഷം പേര് എന്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്നായിരുന്നു. 1 ലക്ഷം പേരെ പുള്ളി പ്രൊമോട്ട് ചെയ്ത് തന്നെയായിരിക്കും എനിക്ക്. ഓക്കെ, ആ 1 ലക്ഷം കിട്ടാൻ ഞാൻ ഇപ്പൊ 2 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ. വീട്ടുകാർ അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ഗൈസ് ഞാൻ പറയട്ടെ, ഈ എനിക്കിപ്പം 1 ലക്ഷത്തിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ കിട്ടിയ പ്ലേ ബട്ടൺ വീട്ടിലാണ് ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. ഇതൊന്നും ഇവരറിയാം. ഞാൻ വീട്ടിലറിയാതെ ഞാൻ വീട് ഫ്രണ്ടിലാണ് ലൈവ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞെന്താ അറിയാമോ, ഞാൻ വീട്ടിൽ അറിഞ്ഞിട്ടാണോ ലൈവ് ചെയ്യുന്നതെന്ന്. പക്ഷെ നല്ലൊരു കാര്യം അവർ ചോദിച്ചു കേട്ടോ, വീട്ടുകാർ അറിഞ്ഞിട്ടാണോ ലൈവ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് പറയാൻ വീട്ടുകാരെന്താ പറഞ്ഞു പഠിപ്പിച്ച് വിടുന്നതാണോ ഇതേപോലെ ഭാഷകൾ പോയി സംസാരിക്കാൻ പൈസ കിട്ടാനായിട്ട്. എന്തോ പുള്ളിക്ക് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പറഞ്ഞ ആദ്യം ഞാൻ വീട്ടിൽ അച്ഛനെ വിളിച്ചു, എന്നിട്ട് താഴെ അപ്പൂരെ വിളിച്ചു, മനസ്സിലായോ? വീട്ടിലൊരാൾ അറിഞ്ഞ്, പിന്നെന്തിനാ നാട്ടിൽ പറഞ്ഞു വരുത്തുന്നത്? എന്തിനാ ഒരാളൊരു കാര്യം അറിഞ്ഞേ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നാട്ടിൽ വിളിച്ച് പിന്നെ ഇങ്ങനെ ആക്കുന്നത്? എന്തിനാ? പിന്നെ ഇതാ പറയുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. വീട്ടിലെല്ലാവർക്കും അറിയാം, എനിക്ക് ചാനൽ ഉള്ളവരെ എല്ലാം എനിക്കറിയാം. പിന്നെ എന്തിനാ പുള്ളി പിന്നെ ചോദിക്കുന്നത്? വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ട് ഈ നാട്ടിൽ മൊത്തം അറിയാം എനിക്ക് ചാനൽ ഉള്ളവര്. പിന്നെ എന്തിനാ പുള്ളി ചോദിക്കുന്നത്? പിന്നെ വീട്ടിലറിഞ്ഞിട്ടൊന്ന് എന്തോ സംസാരിക്കുന്നത്? അങ്കിളിച്ചിട്ട് സീന. കേസ് കൊടുക്കാം കേട്ടോ, പുള്ളി പറഞ്ഞുകൊണ്ട് കേസൊക്കെ കൊടുക്കാണ്ട് പുള്ളിയുടെ പേരിൽ എന്തോ പറഞ്ഞു കൊടുക്കാനാണ്.
എന്നോട് ഞാൻ വേറെ വല്ല പണിക്കും പോകാൻ. എന്റെ പണി ഞാൻ ചെയ്യുന്നുണ്ട് ബ്രോ, എന്റെ പണി ഞാൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? എന്റെ പണി ചെയ്തിട്ട് തന്നെ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ ഈ നാളിലെ കുറ്റവും കണ്ട് കുറവും കണ്ട് അപ്പുറത്ത് പോയി പരദൂഷണം പറഞ്ഞിരിക്കുന്ന പരിപാടിയല്ല എന്റെ. ഒരു കയ്യബദ്ധം മനസ്സിലായോ? ഇതുവരെ നാട്ടുകാർക്ക് എന്നെ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ നാട്ടുകാർ ചോദിച്ചിരുന്നു ഇത് ഞാനാണോ എന്ന് ചോദിച്ചിരുന്നു. നല്ല കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയുക, ഇപ്പൊ നാട്ടുകാര് ഒരു സാധനം അയച്ചു കൊടുത്തു, പുള്ളിക്ക് അയച്ചു കൊടുത്തെങ്കിൽ പുള്ളി ആ ലൈവിൽ കയറി ക്ലിക്ക് ആക്കുമ്പോൾ നമ്മുടെ ലൈവ് റണ്ണിങ് ആണ്, ആ ക്ലിപ്പ് എന്തായാലും കേൾക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഈ പുള്ളി തന്നെ എന്റെ ലൈവിൽ നിന്ന് കണ്ടതും പറഞ്ഞതും അല്ല. എന്നിട്ട് പറയാം നാട്ടുകാരാണെന്ന്. ഇതാണ് നടന്നത് സംഭവം, ഇതാണ് അന്ന് ഇവിടെ നടന്ന സംഭവം. അന്നത്തെ ലൈവ് ഫുള്ള് കുളമാക്കിയ പുള്ളിയാണ്. എനിക്ക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ പോയി സംസാരിച്ചപ്പോൾ എല്ലാം ഓക്കെ. പുള്ളിയോട് പോയി നേരിട്ട് കണ്ട് സംസാരിച്ചപ്പം ഞാൻ ഹാപ്പി, പുള്ളി ഹാപ്പി. അപ്പം പുള്ളി ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് എന്നെ റിയാക്ട് ചെയ്യാനായിട്ട്. പുള്ളി എന്നോട് അന്ന് അവിടെ വെച്ച് പറയാനുണ്ട് പുള്ളി ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് എന്നെ റിയാക്ട് ചെയ്യാൻ. പുള്ളിയും വീഡിയോസ് ഇടാൻ പോവാണ്. എന്നിട്ട് പറഞ്ഞെന്താ അറിയാമോ, ഞാൻ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, കമന്റ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നെ പറഞ്ഞത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ കേട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എനിക്ക് ചുമ്മാ ഇരുന്ന് ആരും ചീത്ത വിളിക്കേണ്ട ആവശ്യവും ഇല്ല, മനസ്സിലായോ? ചുമ്മാ ഇരുന്ന് ആരും ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി ഒരു ചാനൽ തുടങ്ങുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പം പുള്ളി ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ എല്ലാം കൊടുത്തിരിക്കാൻ പോയി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം പുള്ളിയെ ഹാപ്പി ആക്കി 1,00,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കൊടുക്കണം, മനസ്സിലായോ? 1,00,000 സബ്സ്ക്രൈബേഴ്സ് പുള്ളി അടിച്ച് കൊടുത്ത് ഹാപ്പി ആയിരിക്കണം. പുള്ളി ഒരു പ്ലേ ബട്ടണൊക്കെ എടുക്കുന്നതാണ് പറഞ്ഞത്. പുള്ളി നല്ലൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എന്നെ റിയാക്ട് ചെയ്തിട്ട് പുള്ളിയും ചാനൽ തുടങ്ങാൻ പോവുക. ചാനൽ തുടങ്ങുന്നതല്ല, ഞാനും കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ ലൈവിലൊക്കെ ഞാൻ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ പുള്ളിയുടെ ചാനലിനെ പറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറയാം, പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പറയുന്ന കാര്യം കുറച്ച് ലോജിക്കോടെ പറഞ്ഞ് സംസാരിക്കണം. ആ നിങ്ങളുടെ ഈ കേട്ട ക്ലിപ്പിൽ തന്നെ ഉണ്ട് പല കാര്യങ്ങളും. പുള്ളി ഇങ്ങനെ ചുമ്മാ കിടന്ന് സംസാരിക്കുക, എന്തോ കാര്യമൊന്നും അറിയത്തില്ല. ഒന്നെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ പറയണം, ആർക്കെങ്കിലും എന്തെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ പറയണം. ലൈവ് ഇടുന്നതിനോ പൈസ ഉണ്ടാക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. അല്ലാതെ നമ്മളെ ലൈവിൽ നിന്ന് കണ്ടിട്ട് അതിനകത്തോ കുറ്റങ്ങൾ മാത്രം, നമ്മുടെ നല്ലതൊന്നും ആരും കാണത്തില്ല. എവിടെയെങ്കിലും ഒരു കുറ്റം കാണും 100, 1000 കണക്കിന് ആൾക്കാർ കാണും. ആ ഒരു നമ്മൾ ചെയ്ത തെറ്റിനെ പറ്റി നാട് മൊത്തം ഇങ്ങനെ അറിഞ്ഞു. പുള്ളിയെ ഇടിക്കാൻ ചെന്നൊക്കെ അറിഞ്ഞത് ഞങ്ങൾ പുള്ളി ഇടിക്കാൻ പോയതാണ്. അപ്പം പുള്ളി എന്തായാലും ചാനലൊക്കെ തുടങ്ങും. അപ്പൊ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ചില സപ്പോർട്ട് ചെയ്യില്ല, പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യണം. പുള്ളിയും 100 അടുപ്പിച്ച് ഞങ്ങൾ ഒരു ലെവലിലാക്കി തരാം, മനസ്സിലായോ? അപ്പൊ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, ഇനിയും പറയാം, ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം, കുഴപ്പമില്ല. ഞാൻ ഹാപ്പിയാണ്. പറയുമ്പം പറയുന്നവര് നേർക്ക് മുന്നിൽ വന്ന് പറയുക. അല്ലെങ്കിൽ ഒളിച്ചും ഭാഗത്ത് നിന്നുള്ള വിളിച്ചുള്ള പറച്ചിലൊക്കെ എന്തിനാണ്? പറയുന്നുണ്ടെങ്കിൽ ആ പിള്ളേരെ പോലെ വന്ന് സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ച് നാട്ടിൽ മൊത്തം അറിയിച്ച് ഭയങ്കര സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ് നൈസ് ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കാണാൻ നിൽക്കുന്നവരാണ് നൈസ് നമ്മുടെ നാട്ടുകാർ. അപ്പം നാട്ടുകാർ കുറെ ഭീകരന്മാരാണ്. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി എന്റെ വീഡിയോ പുള്ളി പുതിയ ചാനലോട് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ല. റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോ കാലഘട്ടത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കണേ. നേരിട്ട് പറയാനുണ്ടെങ്കിൽ വന്നേക്കണേ. ബൈ.